There is nothing in the whole universe is more highly exalted than Jesus Christ. യേശുക്രിസ്തുവിനേക്കാൾ ഉന്നതമായ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാറ്റിനും മുകളിലായി യേശു കർത്താവിൻ്റെ സിംഹാസനം വച്ചിരിക്കുന്നു. സകല അധികാരങ്ങൾക്കും മേലധികാരിയായി അവിടുന്ന് വാഴുന്നു. പൗലോസ് ആ മഹത്വത്തെപ്പറ്റി പറയുന്നത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. സർവവും യേശുവിൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാൽ കീഴെ എന്നതിലെ അണ്ടർ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം ഹുപ്പോടാസോ എന്നാണ്. അതൊരു സൈനിക തലത്തിലെ പരാമർശമാണ്. എന്ന് വച്ചാൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ്. ഒന്നാമത്, യേശുവിൻ്റെ നാമം സകലനാമത്തിന് മേലായ നാമമാണ്. രണ്ടാമത്, യേശു ആളത്തപരമായി സർവത്തിനും മീതെയാണ്. അതുമാത്രമല്ല, ഈ യേശു കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സ്വർഗസ്ഥലത്തിൽ തന്നിലിരുത്തിയിരിക്കുകയാണ്. പിതാവാം ദൈവം തൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനാം യേശു കർത്താവിനെ നോക്കുമ്പോൾ യേശുവിൽ നമ്മെ ഓരോരുത്തരെയും കാണുന്നു. നാം ക്രിസ്തുവിൽ സ്വർഗസ്ഥലത്ത് ഇരിക്കിയാൽ നമ്മെ തൊടുവാനോ നമ്മെ നശിപ്പിക്കുവാനോ ഈ ഭൂമിയിലുള്ള യാതൊരു സാത്താന്യ ശക്തിക്കും കഴിയുകയില്ല. നാം സ്വർഗസ്ഥലത്തിൽ ക്രിസ്തുയേശുവിലിരിക്കുന്നതിനാൽ പിശാചിൻ്റെ സ്ഥാനം നമ്മുടെയും കാൽ കീഴെയാണ്. കാൽവരി ക്രൂശിൽ സാത്താൻ്റെ തലയെ തകർത്തതിനാൽ അവന് തലപൊക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. തല തകർന്നു പോയ പിശാചിനെ നാം ആരും പേടിക്കേണ്ടതില്ല. എന്നാൽ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ പിശാചിനെ ഭയന്ന് സ്വൈര്യം നഷ്ടപ്പെട്ട് കഴിയുന്നവരാണ്. പോരാട്ടങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ചങ്ങലകൾ എന്നിത്യാദി ഭാഷാപ്രയോഗങ്ങൾ നടത്തി ദൈവമക്കളെ ഭയപ്പെടുത്തുന്ന ഉപദേശിമാരുടെ എണ്ണവും ആത്മീയ ലോകത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു കർത്താവ് ആരാണെന്നും അവിടുന്ന് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും ഇപ്പോൾ നാം ആരായിരിക്കുന്നുവെന്നുമുള്ള ഒരു അവബോധം നമ്മെ എപ്പോഴും ഭരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഇന്ന് ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കാം: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.